أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بحسب جماله وكماله. الحمد لله. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാര ഭംഗിയെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥം അശ്ശമാഇലുൽ മുഹമ്മദിയയുടെ പാരായണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് അശ്ശമാഇലുൽ മുഹമ്മദിയയുടെ PDF ഡൗൺലോഡ് ചെയ്യാൻ ലഭിക്കും. അതിൻ്റെ ലിങ്ക് ഇന്നലെ ക്ലാസ്സിനിടയിൽ ഇട്ടിരുന്നു. അത് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഡിവൈസിലൂടെ കിതാബ് പാരായണം ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒപ്പം പാരായണം ചെയ്യുന്ന ഭാഗം നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, ഇതോടൊപ്പം സഞ്ചരിക്കാം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഖത്മ് വരെയും തുടർച്ചയായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ത്വയ്ബ ഷമാഇൽ എന്ന പേരിൽ പോസ്റ്റ് ചെയ്യുന്ന നമ്പറിൽ നിങ്ങളുടെ നമ്പർ വാട്സപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് പൂർത്തിയായതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഖത്മിൻ്റെ സർട്ടിഫിക്കറ്റ് ത്വയ്ബ സെൻ്ററിൻ്റേതായി നിങ്ങൾക്ക് നൽകാൻ കഴിയും. അതൊരു ദിക്റ ത്വയ്ബ, ഒരു നല്ല ഓർമ്മയായി നമുക്ക് വെക്കാൻ കഴിയും. അല്ലാഹു തആല എല്ലാം ബറക്കത്തുള്ള അമലായി സ്വീകരിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം അൽ മവാഹിബുൽ ലദുന്നിയയിൽ പറയുന്നത്, ഇഅ്ലം അന്ന മിൻ തമാമിൽ ഈമാനി ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് ബി അന്നല്ലാഹ സുബ്ഹാനഹു വതആല ജഅല خلق بدنه الشريف على وجه لم يظهر قبله ولا بعده خلق آدمي مثله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ആകാരഭംഗിയിൽ മറ്റൊരു മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് അൽ മവാഹിബിൽ കാണാം. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسم منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم. എല്ലാ സൗന്ദര്യത്തിൻ്റെയും ആകത്തുകയാണ്, അവിഭാജ്യമായ സൗന്ദര്യ സമീക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അവിടുത്തെ സൃഷ്ടിപ്പും അവിടുത്തെ ആത്മീയ സൗന്ദര്യവും ശാരീരിക സൗന്ദര്യവും സമ്പൂർണമാണ് എന്ന് ഇമാം ബൂസീരി തങ്ങൾ പറയുന്നു. അപ്പൊ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ സൗന്ദര്യത്തെ പറയാൻ അന ആജിസുൻ അൻ വസ്ഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐ അൻ ഖൽഖിഹി വ ഖുലുഖിഹി എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പൊ മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ
അറിവിന്റെ കവാടമായ അലി റളിയല്ലാഹു അൻഹുവിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരനായ അഥവാ അബൂ ത്വാലിബ് എന്ന പിതൃ സഹോദരന്റെ മകനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ തന്നെ വളർന്നു വന്ന പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത, ഏതു വിധേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ അവസരം സന്ദർഭവും എല്ലാം ലഭിച്ച ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നത് അവിടുത്തെ സൗന്ദര്യം വിശദീകരിക്കാൻ സാധ്യമല്ല എന്നാണ്. അപ്പോൾ അത്തരം ഉള്ള ഒരു സൗന്ദര്യ ലോകത്തെ ഹദീസിന്റെ പ്രാഥമിക വാചകങ്ങളിലൂടെ പ്രകടമായി ഒന്ന് പറഞ്ഞ് അറിഞ്ഞ് സഞ്ചരിക്കുകയാണ് നാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദ്ദസനാ മുഹമ്മദ് ബിൻ ഇസ്മാഈല ഹദ്ദസനാ അബൂ നുഐം ഹദ്ദസനാ അബ്ദുർറഹ്മാൻ അൻ ഉസ്മാൻ ബിൻ മുസ്ലിം ബിൻ ഹുർമുസ് عن نافع بن جبير بن مطعم عن علي بن أبي طالب رضي الله عنهم قال لم يكن النبي صلى الله عليه وسلم بالطويل ولا بالقصير شسن الكفين والقدمين ضخم الرأس ضخم الكراديس طويل المصربة إذا مشى تكفأ تكفؤا كأنما ينحط من صبب لم أر قبله ولا بعده مثله صلى الله عليه وسلم. അശ്ശമാഇൽ മുഹമ്മദിയയിലെ 5ാമത്തെ ഹദീസാണ് ഇപ്പോൾ നാം വായിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ലം യകുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്വീലി വലാ ബിൽ ഖസീരി, അവിടുന്ന് നീണ്ടവരോ കുറിയവരോ ആയിരുന്നില്ല. ശസ്നുൽ കഫൈനി വൽ ഖദമൈനി, കൈകാലുകൾ ദൃഢമായിരുന്നു. ലഹ്മുർ റഅസി, വലിയ ശിരസ്സായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയ ശിരസ്സായിരുന്നില്ല, ഒത്ത വലിപ്പം ഉള്ളതായിരുന്നു. ശിരസ് ചെറുതാകുക എന്നത് അയ്ബും ഒത്ത വലിപ്പമുണ്ടാവുക എന്നത് പ്രൗഢിയുമാണ്. അല്ലാതെ സാധാരണയിൽ കവിഞ്ഞ വലിപ്പം എന്നല്ല. ലഹ്മുൽ കറാദീസി, സന്ധികൾ ജോയിന്റുകൾ ദൃഢമായിരുന്നു. ത്വീലുൽ മസ്റുബത്തി, മാറിടത്തിൽ നിന്ന് പൊക്കിളിന്റെ ഭാഗത്തേക്കുള്ള ഒരു രോമനിര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. നീണ്ട രോമനിരയുണ്ടായിരുന്നു. ലഹു ശഅറാത്തുൻ മിൻ സുറത്തിഹി തജ്രീ കൽ ഖദീബി ലൈസ അലാ സുദ്രിഹി വലാ ബത്നിഹി. വിരിമാറിൽ നിന്ന് പുക്കിളിന്റെ ഭാഗത്തേക്ക് രോമത്തിന്റെ നിരയുണ്ടായിരുന്നു. വതവീലുൽ മസ്റുബത്തി ഇദാ മശാ തകഫഅ തകഫുഅൻ കഅന്നമാ യൻഹത്തു മിൻ സബബിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നാൽ മുന്നോട്ട് ഒന്ന് ആയും കഅന്നമാ യൻഹത്തു മിൻ സബബിൻ, ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്നത് പോലെ, ഒരൊഴുക്ക് പോലെയായിരുന്നു അവിടുത്തെ നടത്തം. ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു, മുൻഗാമികളിലോ പിൻഗാമികളിലോ അപ്രകാരമുള്ള ഒരാൾ ഇല്ല, അല്ലെങ്കിൽ അതിനു മുമ്പോ ശേഷമോ അപ്രകാരം ഒരാളെ ദർശിച്ചിട്ടില്ല. വിശാലാർത്ഥത്തിൽ മുൻകഴിഞ്ഞു പോയവരിലോ വരാനുള്ളവരിലോ അത്രയും
സൗന്ദര്യം സമ്പൂർണമായ ഒരാളും ഇല്ല. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക ഘടനയുടെ ഒരു നിവേദനം. حدثنا سفيان بن وكيع حدثنا أبي عن المسعودي بهذا الإسناد نحوه بمعناه. ഈ അർത്ഥത്തിൽ ഇതുപോലെ ഒരു നിവേദനം കൂടിയുണ്ട് എന്ന്. حدثنا أحمد بن عبدة الضبي البصري وعلي بن حجر وأبو جعفر محمد بن الحسين وهو بن أبي حليمة والمعنى واحد. قالوا حدثنا عيسى بن يونس عن عمر بن عبد الله مولى غفرة قال حدثني إبراهيم بن محمد من ولد علي بن أبي طالب رضي الله عنه قال كان علي رضي الله عنه إذا وصف رسول الله صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലം യകുൻ ബിത്വീലിൽ മുമഗ്ഗതി വലാ ബിൽ ഖസീരിൽ മുതറദ്ദിദി വകാന റബ്അതൻ മിനൽ ഖൗമി ലം യകുൻ ബിൽ ജഅദിൽ ഖത്തി വലാ ബിസ്സബ്തി കാന ജഅദൻ റജുലൻ വലം യകുൻ ബിൽ മുതഹ്ഹമി വലാ ബിൽ മുകൽസമി كان في وجهه تدوير أبيض مشرب أدعج العينين أهدب الأشفار جليل المشاشي والكتد أجرد ذو مصربة ششن الكفين والقدمين إذا مشى تقلع كأنما ينحط من صبب وإذا التفت معا بين كتفيه خاتم النبوة وهو خاتم النبيين أجود الناس صدرا وأصدق الناس لهجة وألينهم عريكة وأكرمهم عشرة من رآه بديهة هابه ومن خالطه معرفة أحبه يقول ناعته لم أر قبله ولا بعده مثله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ശാരീരിക വിശേഷണം പറയുന്ന നേരം അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലം യകുൻ ബിത്വീലിൽ മുമഗ്ഗതി, അധികം നീണ്ടവരായിരുന്നില്ല, വലാ ബിൽ ഖസീരിൽ മുതറദ്ദിദി, തിങ്ങിക്കൂടി കുറിയവരും ആയിരുന്നില്ല, വകാന റബ്അതൻ മിനൽ ഖൗമി, മനുഷ്യരിൽ ഒരൊത്ത വലിപ്പം ഉള്ള നീളം ഉള്ള ആളായിരുന്നു. ലം യകുൻ ബിൽ ജഅദിൽ ഖത്തി വലാ ബിസ്സബ്തി, അവിടുത്തെ ശിരസിലെ കേശങ്ങൾ കൂടിപ്പിണഞ്ഞതോ പാറിപ്പറന്നതോ ആയിരുന്നില്ല. കാന ജഅദൻ റജുലൻ, വാർന്നതുപോലെ ഉള്ളുള്ളതും എന്നാൽ പാറിപ്പറന്നതോ ജടകുത്തിയതോ ഒന്നും ആയിരുന്നില്ല, ഉള്ളുള്ള ആയിരുന്നു. ഇന്നമാ കാന ബൈനൽ ജുഊദത്തി വസ്സുബൂത വലം യകുൻ ബിൽ മുതഹ്ഹമി, അവിടുന്ന് മാംസളമായി വണ്ണമുള്ള ആളായിരുന്നില്ല, ബോറായ വണ്ണം ഉള്ള ആളായിരുന്നില്ല. വലാബിൽ മുക്കൽസമി, മാംസം തിങ്ങി വട്ടമുഖമുള്ള ആളും ആയിരുന്നില്ല. എന്നാൽ അവിടുത്തെ തിരുമുഖം നീണ്ടതായിരുന്നോ? വകാന ഫീ വജ്ഹിഹി തദ്വീറുൻ, അവിടത്തേക്ക് നീണ്ടു മെലിഞ്ഞതും അല്ല, ദീർഘവൃത്തം ഒത്ത അളവിൽ ഉണ്ടായിരുന്നു. അബിയദു, വെളുത്ത ശരീരം, വെറും വെളുത്തതല്ല, മുഷ്റബുൻ, ചുവപ്പ് ഉൾച്ചേർന്ന. അത് അജൽ ഐനൈൻ, കൃഷ്ണമണി നല്ല കറുത്തതായിരുന്നു.
അഹ്ദബുൽ അഷ്ഫാരി, ഇമയോടുകൂടി രോമമുള്ള കൺപോളകൾ, അജ്ഫാനുല്ലത്തി യംബത്തു അലൈഹി അശ്ശഅർ, ജലീലുൽ മുശാശി വൽ കതിദി, ചുമലുകൾ പ്രൗഢിയുള്ളതും മാംസളവുമായിരുന്നു. അജ്റദു, രോമാവൃതമായിരുന്നില്ല. ധൂമസ്വരൂപത്തിൻ, എന്നാൽ മാറിടത്തിൽ നിന്ന് പൊക്കിളിലേക്കുള്ള രോമനിര ഉണ്ടായിരുന്നു. ശശനുൽ കഫൈനി വൽ ഖദമൈനി, പ്രൗഢിയുള്ള ദൃഢമായ കൈകാലുകൾ, ദൃഢതയുള്ള വിരലുകളോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. ഇദാ മശാ തഖല്ലഅ കഅന്നമാ യൻഹത്തു ഫീ സബബിൻ, നടന്നാൽ ഒരു ഉയർച്ചയിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ, ഒരൊഴുക്ക് പോലെയായിരുന്നു. വൈദൽ തഫത ഇൽതഫത മഅൻ, തിരിഞ്ഞു നോക്കിയാൽ മുഖം മാത്രം തിരിഞ്ഞു നോക്കുകയില്ല, ഒന്നാകെ തിരിഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുക. ബൈന കതിഫൈഹി ഖാതമുൻ നുബുവ, ചുമലുകൾക്കിടയിൽ പ്രവാചകത്വ മുദ്രയുണ്ടായിരുന്നു. വഹുവ ഖാതമുൻ നബിയീൻ, അവിടുന്ന് പ്രവാചകത്വത്തിന്റെ മുദ്രയും അന്ത്യപ്രവാചകരുമാണല്ലോ. അജ്വദുന്നാസി സ്വദറൻ, വിശാല മനസ്സ്, ഉദാര ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. അവാസ്ദഖുന്നാസി ലഹ്ജതൻ, സംഭാഷണത്തിൽ ഏറ്റവും സത്യമുള്ളവരും സത്യപൂർണതയുള്ളവരും വാചക ഭംഗിയുള്ളവരും ആയിരുന്നു. വല്യനുഹും അരീക്കത്തൻ, അവിടുത്തെ നേച്ചർ, അവിടുത്തെ പ്രകൃതി മയമായ ലയ്യനായ പ്രകൃതിയായിരുന്നു. ഫളൻ ഗലീലൻ ലം യകുൻ ബൽ ലയ്യനൻ വലൗ കുൻത ഫളൽ ഗലീലൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക്. അവിടുത്തെ സ്വഭാവം വളരെ മയമായ സ്വഭാവം, വിടുതിയോടെ നല്ല സ്വഭാവമായിരുന്നു. അഹ്സനുഹും, ഏറ്റവും നല്ല പെരുമാറ്റം, നല്ല പ്രകൃതം. വാക്രമുഹും ഇശ്റത്തൻ, അവിടുത്തെ പെരുമാറ്റങ്ങൾ ഏറ്റവും മാന്യമായിരുന്നു. ഡീലിങ്സുകൾ വളരെ റെസ്പെക്ട്ഫുൾ ആയിരുന്നു. മൻ റആഹു ബദീഹതൻ ഹാബ, പൊടുന്നനെ കണ്ടാൽ പ്രൗഢി. വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബ, കൂടിച്ചേർന്നു ജീവിച്ചാൽ സ്നേഹപൂർണം, വിട്ടുവീഴ്ച, പ്രേമാതുരമായ, സഹവസിക്കുമ്പോഴറിയും വളരെ ലളിതമായ സ്വഭാവവും വളരെ വിട്ടുവീഴ്ചയും സ്നേഹവുമുള്ളവരാണ്. എന്നാൽ പൊടുന്നനെ കാണുമ്പോൾ നേതൃത്വത്തിന്റെ ഒരു പ്രൗഢി, ഹൈബത്ത്, വഖാർ എന്നൊക്കെ നമ്മൾ പറയും. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ്, നമ്മുടെ എല്ലാ മശായിഖന്മാരുടെയും ഷെയ്ഖ്, അവിടുന്ന് മൗനമായിരിക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് എന്തെന്നില്ലാത്ത പ്രൗഢി ഫീൽ ചെയ്യുമായിരുന്നു. നമ്മൾ കൊച്ചു വിദ്യാർത്ഥികൾ എന്ന നിലക്ക് കൂടുതലൊന്നും അവിടുത്തോട് കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒതുക്കങ്ങൾ ബസ്സിറങ്ങി അവിടുത്തെ വീട്ടിന്റെ വഴിയിലേക്ക് തിരിഞ്ഞാൽ പിന്നെ കാൽപാദങ്ങൾ എടുത്ത് മുന്നോട്ട് വെക്കാൻ അറച്ചുപോകും, വിറച്ചുപോകും, പേടിച്ചു പോകും. അവിടുത്തെ മുഖത്തിന്റെ പ്രൗഢി. അടുത്തു ചെന്ന് അവിടുന്ന് നമ്മോട് കുശലം ചോദിച്ച് ഒരു മുത്തഅല്ലിമിനോട് പോലും കാണിക്കുന്ന വാത്സല്യം കാണുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു പിൽക്കാല പകർപ്പ് അവിടുത്തോട് കാണാമായിരുന്നു. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി അവിടുത്തെ ബറക്കത്തുകൊണ്ട് നമുക്ക് നാഫിആയ ഇൽമു നൽകുമാറാകട്ടെ. യഖൂലു നഅയ്തുഹു,
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിക്കുന്നവർക്ക് പറയാനുള്ളത് ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പോ ശേഷമോ ഒരാളെയും അപ്രകാരം കണ്ടിട്ടില്ല. ഖാല അബൂ ഈസ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു അബാ ജഅഫർ മുഹമ്മദ് ഇബ്നു ഹുസൈൻ യഖൂൽ سمعت الأسمعي يقول في تفسير صفة النبي صلى الله عليه وسلم الممغط الذاهب طولا. മുമഗ്ഗത്ത് എന്ന് പറഞ്ഞാൽ ദീർഘകായനായ ആൾ, നീളൻ എന്ന് പറയാവുന്ന വിധത്തിലേക്ക് നീളം കൂടിയ ആൾ. വഖാല സമിഅതു അഅറാബിയൻ, അതിന് ഭാഷയിൽ പ്രമാണമായി പറയുന്നത് യഖൂലു ഫീ കലാമിഹി, അവരുടെ പ്രയോഗത്തിലുണ്ട് തമഗ്ഗത ഫീ നുശാബതിഹി ഐ മദ്ദഹാ മദ്ദൻ ശദീദ. തമഗ്ഗത എന്ന പ്രയോഗം ദൈർഘ്യമേറിയത് എന്ന പ്രയോഗത്തിന് വരുന്നതാണ്. അൽ മുത്തറദ്ദിദ് അദ്ദാഖിലു ബഅദുഹു ഫീ ബഅദിൻ ഖിസ്റ, മാംസം തിങ്ങിക്കൂടി കുറിയാൾ. വഅമ്മൽ ഖത്തിതു ഫശദീദുൽ ജുഊദ والرجل الذي في شعره حجونة أي نسن قليل. تثن قليلا. وأما المطخم فالبادن الكثير اللحم المكلسم المدور الوجه. المكلسم ورنال റൗണ്ട് മുഖം ഉള്ള ആൾ. അൽ മുഷ്റബ് അല്ലദീ ഫീ ബയാദിഹി ഹുംറത്തുൻ, ചുവപ്പുൾ ചേർന്ന വെളുപ്പ്. വൽ അദ്അജ് അശ്ശദീദു സവാദിൽ ഐൻ വൽ അഹ്ദബ് അത്വീലുൽ അശ്ഫാർ, നീണ്ട ഇമകൾ. വൽ ഖതദ് മുജ്തമഉൽ കതിഫൈൻ, ചുമലുകൾ ചേരുന്ന ഭാഗം. ഹുവൽ കാഹിൽ. والمصروبة هو الشعر الدقيق الذي كأنه قضيب من الصدر إلى السرة. والششن الغليظ الأصابع من الكفين والقدمين. ഇതിന്റെയൊക്കെ ഭാഷ നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് വായിച്ചു പോയത്. التقلع يمشي بقوة. والصبب الحدور يقال إن حضرنا في صبوب. وقوله جليل المشاش يريد رؤوس المناكب والعشرة والصحبة. والعشير എന്ന് പറഞ്ഞാൽ الصاحب, സഹവാസി, സഹവാസം. ഇഷ്റത്ത് البديهة المفاجأة, പൊടുന്നനെ കണ്ടാൽ ഹൈബത്ത്. بدهته بأمر أي فجأته به, പൊടുന്നനെ എന്നർത്ഥത്തിൽ. حدثنا سفيان بن وكيع قال حدثنا جميع بن عمير بن عبد الرحمن العجلي إملاء علينا من كتابه. قال حدثني رجل من بني تميم من ولد أبي هالة زوج خديجة يكنى أبا عبد الله عن ابن لأبي هالة. أبو هالة എന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിലുള്ള മകൻ അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഖാല സഅൽതു ഖാലി, എൻ്റെ അമ്മാവനായ ഹിന്ദു ബിൻ അബി ഹാലയോട് ഞാൻ ചോദിച്ചു. വകാന വസ്വാഫൻ അൻ ഹല്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ, ശാരീരിക കാന്തിയെക്കുറിച്ച് ഏറെ പറയുന്ന ആളായിരുന്നു. വഅനാ അഷ്തഹി അൻ യസിഫ ലീ മിൻഹാ ശൈഅൻ അതഅല്ലഖു ബിഹി, എനിക്കോർത്തു വെക്കാനും അനുകരിക്കാനും പറഞ്ഞു തരാൻ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടുത്തോട് പറഞ്ഞു. ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖമൻ, സ്വയമേ തന്നെ മഹത്വമുള്ളവരും മഹത്വം സ്ഫുരിക്കുന്നവരുമായിരുന്നു. അല്ലെങ്കിൽ അളീമുൻ ഫീ നഫ്സിഹി വഅളീമുൻ ഇൻദന്നാസി, സ്വത്വത്തിൽ തന്നെ മഹത്വമുള്ളവരും ജനങ്ങളിൽ മഹത്വം നിലനിൽക്കുന്നവരും
എല്ലാമാണ്. പൂർണ്ണചന്ദ്രന്റെ രാവിൽ 14-ാം നിലാവിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ അവിടുത്തെ മുഖം പ്രകാശിക്കുമായിരുന്നു. അത്വല മിനൽ മർബൂഇ വഅഖ്സറ മിനൽ മുശദ്ദബ്, അധികം ദീർഘമുള്ളവരോ അധികം കുറിയവരോ ആയിരുന്നില്ല, കുറിയവരോ നീണ്ടവരോ ആയിരുന്നില്ല, ഒത്ത നീളമുള്ളവരായിരുന്നു അവിടുന്ന്. ولا ريب أن القرب من الطول في القامة ഗാത്രത്തിൽ നീണ്ടവർ കുറിയവരേക്കാൾ മെച്ചമുള്ളവരാണ്. എന്നാൽ അധികം നീണ്ടുപോവുക എന്നതും ചിലപ്പോൾ ഐബാണ്. അതിന്റെ ഇടയിലായിരുന്നു. അലീമൽ ഹാമത്തി, ശിരസ് പ്രൗഢമായിരുന്നു, തുത്യർഹമായ ഒരു വലിപ്പം ഉള്ളവരായിരുന്നു. റജിലശ്ശൈരി, ഉള്ളുള്ളതും എന്നാൽ വാർന്നതുപോലെ കിടക്കുന്നതുമായ കേശങ്ങൾ ആയിരുന്നു അവിടുത്തേത്. ഇനിം ഫറഖത്ത് അഖീഖത്തുഹു ഫറഖഹ, അതിന് രണ്ടു ഭാഗമായി. അഖീഖത്ത് ശിരസിലെ മുടി, ശിരസിലെ കേശം. ആ മുടിയെടുത്തുകൊണ്ടാണ് അഖീഖത്ത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഖീഖത്ത് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അവിടുത്തെ അഖീഖത്തിന്റെ മഹത്വം സൂചിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശിരസിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളുണ്ട്. അതിന് രണ്ടു ഭാഗമായി കിടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം, ശിരസിലെ തിരുകേശം രണ്ട് ഭാഗമായി കിടക്കും. വഇല്ലാ ഫലാ യുജാവിസു ശഅറുഹു ശഹ്മത ഉദ്നൈഹി ഇദാ ഹുവ വഫറഹു, അതിനെ നേരെ ഇട്ടാൽ, രണ്ടു പാർട്ടാക്കാതെ ഇട്ടാൽ, അല്ലെങ്കിൽ അതിനെ നിവർത്തിയിട്ടാൽ രണ്ട് ചെവിക്കുറ്റി വരെ എത്തുമായിരുന്നു, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുമായിരുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ തിരുകേശത്തിന്റെ ദൈർഘ്യം വ്യത്യസ്ത അവസരങ്ങളിൽ വ്യത്യസ്ത വലിപ്പത്തിലായിരിക്കും. മുടിവെട്ടിയ അവസരം, പിന്നീട് വളർന്ന അവസരം, അങ്ങനെ വ്യത്യസ്തങ്ങളായ അവസരങ്ങൾ ഉണ്ടാവും. ആ വ്യത്യസ്ത അളവുകളിൽ പറയും. അസ്ഹറൽ ലൗൻ, പ്രശോഭിതമായ നിറം, പ്രകാശപൂർണമായ ശാരീരിക വെണ്മ ഉണ്ടായിരുന്നു. വാസി അൽ ജബീനി, ചെന്നികൾ അല്ലെങ്കിൽ നെറ്റിത്തടം വിശാലമായിരുന്നു. അസജ്ജൽ ഹവാജിബി, തിങ്ങിയ പുരികം. സവാബിഗ ഫീ ഗൈരി ഖറനിൻ, അത് നേർത്തൊരു ധാരയായി, എന്നാൽ രണ്ട് പുരികങ്ങളും ചേർന്ന് മുട്ടിയിട്ടില്ല. രണ്ട് പുരികങ്ങളും ചേർന്നിരിക്കുന്നത് അത്ര ഭംഗിയായി പ്രത്യേകിച്ചും അറബികൾ കാണുന്നില്ല. ബൈനഹുമാ ഇർഖുൻ യുദിറുഹു അൽ ഗദബ്, രണ്ട് പുരികങ്ങൾ ചേരുന്ന ഭാഗത്തുള്ള ഒരു ഞരമ്പ്, അവിടത്തേക്ക് ദേഷ്യം വന്നാൽ അവിടുത്തെ ദേഷ്യം ഹക്കിന് വേണ്ടിയുള്ളതായിരിക്കും. സത്യത്തിന്റെ സംസ്ഥാപനത്തിനും അസത്യത്തെ വിമർശിച്ചുകൊണ്ടുമായിരിക്കും. ആ സന്ദർഭങ്ങളിൽ അത് തുടുക്കും, അത് ഉയർന്നു വരും. അഖനൽ എർണീൻ അല്ലെങ്കിൽ എർദൈൻ, എർണീൻ അവിടുത്തെ നാസാരന്ധ്രം, അവിടുത്തെ നാസിക, മൂക്ക് ദൈർഘ്യമുള്ളതും എന്നാൽ ആകാരഭംഗിയോളം ചേർന്ന് മധ്യഭാഗം വളഞ്ഞതും ആയിരുന്നു. ലഹു നൂറുൻ യഅലൂഹു, അതിനെ കവർ ചെയ്യുന്ന ഒരു പ്രകാശം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനും കവർ ചെയ്തു നിൽക്കുന്ന ഒരു പ്രകാശം ഉണ്ടായിരുന്നു.
യഹ്സിബുഹു മൻ ലം യതഅമ്മൽഹു അശമ്മ. പെട്ടെന്ന് സൂക്ഷ്മമായി നോക്കാതെ ഒരാൾ നോക്കിയാൽ ദീർഘനാസികയുള്ളതായി തോന്നും. എന്നാൽ ഒത്ത വലിപ്പവും വളവും ഭംഗിയും തിറഞ്ഞതായിരുന്നു. കസ്സുല്ലിഹയ്യത്തി, തിങ്ങിയ താടി. സഹലുൽ ഖദ്ദൈൻ, മാർദ്ദവമായ കവിൾത്തടം. ലലീഅൽ ഫമി, വിശാലമായ വായ. മുഫല്ലജൽ അസ്നാനി, പല്ല്, അവിടുത്തെ ദന്തങ്ങൾക്കിടയിൽ ഒരു നേർത്ത ധാര, ഒരു ഗ്യാപ്പ്. ദഖീഖൽ മസ്റുബത്തി, അവിടുത്തെ മാറിടത്തിൽ നിന്ന് പൊക്കിൾ ഭാഗത്തേക്കുള്ള നേർത്ത ഒരു രോമനിര. കഅന്ന ഉനഖഹു ജീദു ദുംയത്തിൻ ഫീ സഫാഇൽ ഫിദ്ദ, കലർപ്പില്ലാത്ത വെള്ളിയിൽ രൂപപ്പെടുത്തിയ ഒരു ശില്പത്തിൻ്റേതുപോലെയായിരുന്നു അവിടുത്തെ പിരടിയുടെ ആകാരഭംഗി. തികവും മികവും പ്രകാശവും ശോഭയും എല്ലാം ഒത്തുചേർന്ന വെള്ളിയിൽ വാർത്തെടുത്ത ഒരു ശില്പത്തിന്റെ കഴുത്തുപോലെ അവിടുത്തെ പിരടി നമുക്ക് കാണാമായിരുന്നു. മുഅ്തദിലൽ ഖൽഖി, ഒത്ത ശാരീരിക കായത്വം, ഘടന. ബാദിനുൻ മുതമാസിക്കുൻ, എന്നാൽ അവിടുന്ന് മാംസളമായതും അധികം ദൈർഘ്യമില്ലാത്തതും ആയിരുന്നു. വളവള ഉള്ള ഒരു മാംസമല്ല, ഒത്തുചേർന്ന മാംസളമായ ശരീരം. സവാഅനിൽ ബത്നു വസ്സദ്ർ, അവിടുത്തെ മാറിടവും വയറിന്റെ പള്ളയുടെ ഭാഗവും ഒരേ ലെവലിലായിരുന്നു. പള്ള ചാടിയിട്ടോ പള്ള ഉന്തിയിട്ടോ വയറുയർന്നിട്ടോ ഒന്നും ആയിരുന്നില്ല. ബഈദമാ ബൈനൽ മൻകിബൈനി, ചുമലുകൾക്കിടയിൽ നല്ല അകലം, വിശാലമായ മാറിടം. ലഖമുൽ കറാദീസ്, അദ്വറ മുതജറദ്, അവിടുത്തെ ശരീരത്തിൽ നേരത്തെ ഇതിൽ ലഖ്മുൽ ഖറാദീസ് ഒക്കെ നേരത്തെ ഹദീസിൽ നമ്മൾ വായിച്ചു പോയി. റിപ്പീറ്റ് ചെയ്യുന്ന വാചകങ്ങൾ പരമാവധി നമ്മൾ വീണ്ടും അതിൻ്റെ അർത്ഥം പറയാൻ തുടർന്ന് അങ്ങോട്ടും നമ്മുടെ സമയം കണ്ടെത്തിയാൽ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ പൂർത്തിയാവില്ല. അതുകൊണ്ട് അത് ഓർത്തു വെച്ച് പാരായണത്തിൽ പങ്കുചേരണം. അദ്വറൽ മുതജറദ്, അവിടുത്തെ ശരീരത്തിൽ രോമമില്ലാത്ത ഭാഗങ്ങൾ അത് നോക്കിയാൽ നല്ല പ്രശോഭിതമാണ്. മുശ്രിഖുൽ ഉദ്വില്ലദി തജറദ അനിശ് ശഅരി ഫഹുവ അലാ ഗായത്തിൻ മിനൽ ഹുസ്നി, സൗന്ദര്യത്തിന്റെ പാരമ്യതയിലായിരുന്നു. രോമാവൃതമല്ലാത്ത ശാരീരിക ഭാഗങ്ങൾ നോക്കിയാൽ നല്ല പ്രശോഭിതമായ ശരീരഘടന, ശരീരഭാവം. മൗസൂലമാ ബൈനൽ ലബ്ബത്തി വസ്സുറത്തി ബിശഅരിൻ യജ്രീ കൽ ഖത്തി, മാറിടത്തിൽ നിന്ന് പൊക്കിൾ ഭാഗത്തേക്ക് ചേരുന്ന ഒരു രോമനിര, ഒരു നേർത്ത ധാര. ആരിയസ്തദിയൈനി വൽ ബത്നി മിമ്മാ സിവാ ദാലിക്, അവിടുത്തെ മാറിടവും പള്ളയുടെ ഭാഗവും ഈ ഒരു രോമനിരയല്ലാതെ മറ്റു രോമങ്ങൾ ഉണ്ടായിരുന്നില്ല. അശ്അറ ദിറാഅൈനി വൽ മൻകിബൈനി വആലി الصدരി طويل الزندين رحب الراحة ششن الكفين والقدمين سائل الأطراف أو قال شائل الأطراف. അവിടുത്തെ ചുമലുകൾ, ദിറാഅൈൻ, മൻകിബൈൻ, ആലി സദർ, ഈ സ്ഥലങ്ങളെല്ലാം രോമാവൃതമായിരുന്നു. മുഴങ്കയിൽ നിന്ന്
രോമമില്ലാത്ത ഭാഗങ്ങൾ ദീർഘമുള്ളതായിരുന്നു. തവീല ദന്തൈൻ, വിശാലമായ കൈപ്പത്തി. റഹബർ റാഹ, ശശനൽ കഫൈനി വൽ ഖദമൈൻ സായിലൽ അത്റാഫി, കാന മുർത്തഫിഅൽ അസാബിഇ, അവിടുത്തെ വിരലുകൾ ദീർഘമുള്ളത്, ആരോഗ്യമുള്ളതും ദീർഘമുള്ളതുമായിരുന്നു. ഖുംസാനുൽ അഖ്മുസൈനി, രണ്ട് പാദങ്ങളുടെയും നിലത്തു തട്ടാത്ത ഉൾഭാഗം മനോഹരമായിരുന്നു. കാല് ഒന്നാകെ പരന്ന് നിലത്ത് ചേരുന്നവരായിരുന്നില്ല. എന്നാൽ അവിടുത്തെ കാലുകൊണ്ട് ഇദാ വത്തിഅ ബിഖദമിഹി വത്തിഅ ബികുല്ലിഹാ ലൈസ ലഹു അഖ്മുസ് എന്ന നിവേദനത്തിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം അവിടുത്തെ പാദം ഊന്നുമ്പോൾ കൃത്യമായി അത് ഉറച്ച ചുവടുകളായി വെച്ചിരുന്നു എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അങ്ങനെ ഒരു റിവായത്തുണ്ട്. ഖുംസാനുൽ അഖ്മുസൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാലുകളുടെയും നിലത്തു തട്ടാത്ത പള്ളഭാഗം. മസീഹൽ ഖദമൈനി, പാദത്തിന്റെ മുകൾ ഭാഗം വളരെ മാർദ്ദവമായിരുന്നു. ഒരു കുഴികളോ അടയാളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. യംബൂ അൻഹമാ അൽമാഉ, വെള്ളം വാർന്നാൽ അത് ഒലിച്ചിങ്ങനെ പോകും. അത്രയും മനോഹരം, തിളങ്ങുന്നത്, ന്യൂനതകളൊന്നും ഇല്ലാത്തതായിരുന്നു. ഇദാ സാല സാല ഖൽഅൻ, നടന്നാൽ ചടുലമായ നടത്തം. യഖ്തു തകഫിയൻ വയംശി ഹൗനൻ, മുന്നോട്ട് ആഞ്ഞുകൊണ്ടുള്ള ചുവടുകൾ, എന്നാൽ വിനീതമായ നടത്തം. ദരീഅൽ മിശ്യത്തി, ഒഴന്നുള്ള നടത്തല്ല, ദൃഢവും ചടുലവും വേഗതയിലുമുള്ള നടത്തം. ഇദാ മശാക അന്നമാ യൻഹത്തു മിൻ സബബിൻ, ഒരു ധാര ഒഴുകുന്നത് പോലെ, ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് വരുന്നത് പോലെ. വഇദൽ തഫത ഇൽതഫത മഅൻ ഖാഫദ الطرف ഖാഫദ الطرف, അല്ലെങ്കിൽ ഖാഫിദ الطرف, താഴേക്ക് നോക്കി അവിടുത്തെ നോട്ടം ഭൂമിയിലേക്കായിരുന്നു. നളുറുഹു ഇലൽ അർളി അത്വലു മിൻ നളുരിഹി ഇലസ് സമാ, ഉപരിലോകത്തേക്കുള്ള നോട്ടത്തേക്കാൾ കൂടുതൽ താഴ്ഭാഗത്തേക്ക്, ഭൂമിയിലേക്കായിരുന്നു. അത് വിനയത്തിന്റെ നോട്ടമാണ്. വിനയത്തിൻ്റെത് മാത്രമല്ല, ജുല്ലു നളുരിഹി അൽ മുലാഹദ, അവിടുത്തെ നോട്ടങ്ങളേറെയും നിരീക്ഷണങ്ങളായിരുന്നു. യസൂഖു അസ്ഹാബഹു, അനുയായികളെ നയിച്ചുകൊണ്ടാണ് പോവുക. അനുയായികളെ മുന്നേ നടത്തി അവിടുന്ന് പിന്നിൽ നിന്ന് നയിക്കുമായിരുന്നു. മുന്നേ നടന്ന് പിന്നിൽ വരുന്നതല്ല, അവരെ നയിച്ചു കൊണ്ടുപോകുമായിരുന്നു. വയബ്ദുറു മൻ ലഖിയ ബിസ്സലാം, കണ്ടുമുട്ടുന്നവരോട് സലാം കൊണ്ട് പ്രാരംഭം കുറിക്കുമായിരുന്നു. വേഗം അങ്ങോട്ട് സലാം പറയും. ആ വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക ലാവണ്യവും സമീപന സൗന്ദര്യവുമാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഈ അധ്യായത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരിയായ രൂപലാവണ്യത്തെയും ആകാരഭംഗിയെയും വാചകങ്ങളിൽ, ആഖ്യാനങ്ങളിൽ, പഠനങ്ങളിൽ, വ്യാഖ്യാനങ്ങളിൽ പരിമിതപ്പെടുത്താനാവില്ല. ഹദീസ് വാചകങ്ങളുടെ പ്രാഥമിക വായനയും അതിൻ്റെ തീർത്തും പ്രത്യക്ഷമായ ഒരു സാരവും മാത്രമാണ് നാം പറഞ്ഞു പോകുന്നത്. ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും അതുവഴി ഉന്നതങ്ങൾ പ്രാപിക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്തിൽ ഉയരാനും നമുക്ക് തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. കേവലം ഒരു ക്ലാസ് ശ്രവിക്കുന്നതിനപ്പുറം പാഠഭാഗങ്ങൾ വഴികളിലൂടെ സഞ്ചരിച്ച് ശ്രദ്ധിക്കുകയും ഇതൊരു ദർസായി തന്നെ ഉപയോഗപ്പെടുത്തുകയും ഇൻഷാ അല്ലാഹ് ടെക്സ്റ്റുകളിലൂടെ അതുപോലെ ക്ലാസ്സുകൾക്ക് ശേഷം പേഴ്സണൽ ചാറ്റിലൂടെയും ഒക്കെ ഇത് സംബന്ധമായ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഒരുപാട് വിജ്ഞാനികളായ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണർത്തി
കൂടുതൽ മികവുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും സംഗമിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി ബിഖദ്രി ഹുസ്നിഹി വജമാലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി ബിഹസ്ബി ജമാലിഹി വകമാലിഹി. വസല്ലി അലാ ജമീഇൽ അൻബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.